ഹലോ, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വ്ളോഗാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിൽ ഡെലിവറിക്കായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് മൊത്തത്തിൽ കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആരും പുറത്ത് പോകാറില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നാരങ്ങ വെള്ളം കലക്കി എടുക്കുകയാണ് കേട്ടോ. ഒരു 3:30-3:30-ഒക്കെയാണ് നമ്മൾ പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളവും കയ്യിൽ കരുതുന്നുണ്ട്. ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഫ്താറിന് നാരങ്ങ വെള്ളം അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ നാരങ്ങ വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ളതായതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം എന്നും നാരങ്ങ വെള്ളം കലക്കി വെക്കാറുണ്ട്, കുട്ടികളാണെങ്കിലും ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തിനാണ് പുറത്ത് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ വീഡിയോസിലും കമൻറ്റ്സ് നോക്കിയാൽ കാണാം, ഞാൻ നാട്ടിൽ പോകുന്നുണ്ടോയെന്ന്. ഫ്ലൈറ്റ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് എല്ലാവരും ചോദിക്കുന്നത്. കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു. കുറേ പേര് വാട്സപ്പിലൂടെയും ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്, കാരണം എല്ലാവരും എന്നെ ആ ഒരു രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാനിപ്പോൾ നാട്ടിൽ പോകുന്നില്ല എന്നാണ്. കാരണം എൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നത് ഏപ്രിൽ ലാസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പോകണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഡോക്ടർ. അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. പിന്നെ ഇപ്പോഴും ഏകദേശം ഡേറ്റൊക്കെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. പിന്നെ അല്ലെങ്കിലും ഈ ഒരു സ്റ്റേജിൽ നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് തന്നെയാണ്. ഫ്ലൈറ്റ് യാത്രയൊക്കെ റിസ്ക്കാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇവിടെ തന്നെയാണ് ഡെലിവറി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഒരുപാട് പ്രഗ്നൻറ്റ് ലേഡീസും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഡെലിവറി ഉദ്ദേശിക്കുന്നത്, UAE-യിലാണെങ്കിൽ ഏതാ ഹോസ്പിറ്റൽ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ തരാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പം ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇത്രയും മാസങ്ങളായിട്ട്. അപ്പം ഇത്തവണ ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ എടുത്ത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേർക്ക് അതൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന് നമുക്കൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ GMC, പണ്ടത്തെ GMC അജ്മാൻ GMCയിലാണ് കാണിക്കാൻ പോകുന്നത്. ഡെലിവറി അവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അത് തുമ്പെ ഹോസ്പിറ്റലാണ് കേട്ടോ, പണ്ടത്തെ അജ്മാൻ GMC. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഈ ഒരു കാണുന്നത്. എന്താ ചെയ്യുക, വേറൊരു നിവൃത്തിയുമില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വിചാരിക്കും പുറത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഒരുപാട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഗ്ലൗസും മാസ്കും അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ, പുറത്ത് ചൂട്, അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി ഇടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താ ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ആയിരിക്കും നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി. മക്കളൊക്കെ ആദ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ടയേർഡായി, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു. കാരണം ഈ മാസ്കൊക്കെ ഇട്ട് കുറേ നേരം നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ ഇനി നമ്മളിതിപ്പോൾ ശീലമാക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിക്കുമ്പം എന്തായാലും എന്താ പറയുക, വേറൊരു ചാൻസ് ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമല്ലോ, അങ്ങനെ ഗ്ലൗസും മാസ്കൊക്കെ എല്ലാവരും ഇട്ടിട്ട്. കുറേ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ.
പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഗൾഫ് കൺട്രീസിൽ നിൽക്കുന്നവർ, ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർ, പുറത്തിറങ്ങാതെ ഫ്ലാറ്റിൽ നിന്ന് മാത്രം പുറത്ത് കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ. ഇതാണ് പണ്ടത്തെ GMC അജ്മാൻ. ഇപ്പം തുമ്പെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ഉമ്മൽക്വീൻ തുമ്പെ ക്ലിനിക്കിലായിരുന്നു കാണിച്ചിരുന്നത്. അവിടെ വേറെ ഡോക്ടറായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അവർ റെഫർ ചെയ്തതാണ് ഇവിടുത്തെ ഡോക്ടറെ. അപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ്. എൻ്റെ 2-3 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഉമ്മൽക്വീനത്തെ ഡോക്ടറും സജസ്റ്റ് ചെയ്തത് ഈ ഒരു കസ്തൂരിനെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ആ ഡോക്ടറാണ് കാണിക്കുന്നത്. പിന്നെ റീനിയും റോസിനും വീട്ടിലാക്കിയിട്ട് വരാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ, കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. അവിടെ ഹോസ്പിറ്റലിൽ വേറെ കുട്ടികളൊന്നും അധികം കണ്ടിട്ടില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് കാർഡ് ഇല്ലാണ്ട് നോർമൽ ഡെലിവറി പാക്കേജും സിസേറിയൻ ഡെലിവറി പാക്കേജുമാണ് കേട്ടോ അത്. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് പാക്കേജിന്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നാട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും. അപ്പം ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഡോക്ടർ, ഗൈനക്കോളജി ഡോക്ടർ. പിന്നെ അതുപോലെ ഡോക്ടറാണെങ്കിലും നല്ല സ്മാർട്ടായിട്ട് നല്ല സംസാരവും പെരുമാറ്റമുള്ള നല്ലൊരു ഡോക്ടർ കേട്ടോ, കസ്തൂരി ഡോക്ടർ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പം ഒരു 3:30-4 മണി ആ സമയത്താണ് എത്തിയത്. പക്ഷേ ഇഫ്താറൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയത് തന്നെ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മക്കളുടെ കാര്യം അറിയാമല്ലോ, നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ. അപ്പം അവരുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും അഡ്മിഷൻ എടുത്തു. ഇനിയിപ്പോൾ അവരുടെ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം അജ്മാനിൽ തന്നെയാണ് ബുക്ക് ഷോപ്പ്. അപ്പോൾ പിന്നെ ഏതായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ അഡ്മിഷൻ എടുത്ത ശേഷം ഇന്നു മുതൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ എന്തൊക്കെയാവും എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ബുക്സൊക്കെ വാങ്ങിച്ചപ്പം അതിലേറെ സന്തോഷമായിട്ടുണ്ട് റോസിനും റെയിനും. അത് പുതിയ ബുക്സൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. അപ്പോൾ ഇക്ക പറഞ്ഞു പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അന്നത്തെ ദിവസം. ഇഫ്താറിനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് വെള്ളവും നാരങ്ങ വെള്ളവും മാത്രമാണ് കുടിച്ചത്. പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല. അപ്പോൾ വീട്ടിലെത്തിയ ശേഷമാണ് പിന്നെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരുവാണെങ്കിൽ ഇക്കയാണ് സെർവ് ചെയ്യാറ്, കുട്ടികളെ കൊണ്ടൊന്നും തൊടിപ്പിക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ ഇക്ക മാത്രം കൈ കഴുകിയാൽ മതിയല്ലോ, ഞങ്ങളാരും ഇപ്പം സാനിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തത്തെ ഫുഡ് ഇപ്പം ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ എന്താ ഇപ്പോൾ ചെയ്യുക, നമ്മളിപ്പം തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയും അതിൻ്റെ കൂടെ എന്താ പറയുക വിശപ്പും എല്ലാം കൂടി ആയപ്പോൾ പിന്നെ വേറൊരു നിവൃത്തിയുമില്ല. അപ്പോൾ ഫ്രൈഡ് റൈസും ബിരിയാണിയും ചിക്കൻ ചില്ലിയുമാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ പറയാനുള്ളത്. കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോകുന്നൊന്നും എടുക്കാൻ അത്ര താല്പര്യമില്ല. കാരണം പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന ഇവിടെ എടുക്കാൻ അത്ര അലൗഡ് അല്ല. പക്ഷെ ഞാനത് കാണിക്കാൻ കാരണം ഒരുപാട് പ്രഗ്നൻറ്റ് ലേഡീസിന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു, എവിടെ കാണിക്കുന്നത്, ഏത് ഡോക്ടറാണെന്നൊക്കെ, ഇൻഷുറൻസ് കവേർഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് ഡ്യൂ ഡേറ്റ് വരുന്നത് നെക്സ്റ്റ് മന്താണ്, ജൂണിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ എപ്പോഴും പറയുന്ന പോലെ വേറെ നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ടോ വീഡിയോമായിട്ടോ റെസിപ്പി വീഡിയോമായിട്ടോ വരുന്നവരേക്കും ബൈ, താങ്ക് യു.